ഒന്നേ എനിക്ക് ഈ സൊസൈറ്റിയോട് പറയാനുള്ളൂ. ലൈക്ക് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. സ്ത്രീകൾ വീട്ടിൽ ലൈക്ക് ഭർത്താവ് കൊണ്ടുവരുന്നത് ചെയ്യണം. സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല. ആ കാലഘട്ടമൊക്കെ മാറി. ഓക്കെ, എസ്പെഷ്യലി ഭർത്താവ് മരിച്ച സ്ത്രീകൾ, ഡിവോഴ്സ് ആയ സ്ത്രീകൾ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ, അവരൊക്കെ ഇപ്പോൾ ഒരുപാട് ഓൺട്രപ്രണർ ലെവലിലോട്ടൊക്കെ മാറുന്നുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ബിസിനസ് ആണെങ്കിലും പല കാര്യങ്ങൾ അവർ പല സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് നോ പറയേണ്ടടുത്ത് മുഖത്ത് നോക്കി നോ പറഞ്ഞ് ഹെൽപ്പിംഗ് ഹാൻഡ് വേറൊരു തലത്തിലോട്ടുള്ള ഹാൻഡായി മാറുമ്പോൾ അത് കൈ പിടിച്ച് തട്ടി മാറ്റി ഫുൾ ഓൺ പവറോടുകൂടി ജീവിച്ച് കാണിക്കണം, അല്ലെങ്കിൽ മക്കളെ നോക്കണം നല്ല രീതിയിലെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം മാത്രമാണ് അവൾ അങ്ങനെ പോകുന്നത് ഇതുകൊണ്ടാണ്, അവൾ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണെന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി കലാപരമായിട്ട് ഇടപെടുന്ന സ്ത്രീകൾ, അത് ഭർത്താവ് മരിച്ചു പോയെന്ന് വെച്ചിട്ട് അവർക്കൊരു ഡാൻസ് ചെയ്യാൻ പാടില്ല, ഒരു കപ്പിൾ ഷൂട്ട് റീൽ ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ ഫിലിമിൽ അഭിനയിക്കാൻ പാടില്ല. ഇതൊക്കെ ഏത് കൊത്തത്തെ നിയമമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് ആൾക്കാരുടെ വർത്താനം ലൈക്ക് ഓഫീസ് ജോബിന് പോയിക്കൂടെ, മാന്യമര്യാദയ്ക്ക് ജീവിച്ചൂടെ, ഒരു 30 സെക്കൻഡ് റീൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ പെണ്ണ് അവിടെ പിഴച്ചുപോയി എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ സ്റ്റാമ്പ് ചെയ്യുന്നത് ആ പെണ്ണിനെ എന്തു പറഞ്ഞാലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാരിക്കോരിയുള്ള ആ ഒരു കെയർ അല്ലെങ്കിൽ ആ ഒരു സദാചാരത്തിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എല്ലാം താണ്ടി ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീകളെ പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് തിരിച്ചു റിയാക്ട് ചെയ്യാൻ അറിയാൻ പാലാണ്ടല്ല. ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന അവർക്ക് ഇങ്ങനത്തെ സംസാരിക്കുന്നവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വൃത്തിക്ക് അറിയാം. പക്ഷെ അതിന് സമയമില്ലാഞ്ഞിട്ടാണ്. ഇതെല്ലാം കുറയ്ക്കുന്ന പട്ടികൾക്കെല്ലാം ഉത്തരം കൊടുക്കാൻ പോയാൽ എത്തേണ്ട അടുത്ത് എത്തില്ല എന്നുള്ള പ്രതീക്ഷയും അല്ലെങ്കിൽ ആ ഒരു ഉറപ്പും അവർക്ക് ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പോഴും കാലഘട്ടം വളരെ വളരെ ഡാർക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ജീവിക്കുന്നവർ ജീവിക്കട്ടെ, അവർ മോശമായി പോകുന്നു എന്ന് നിങ്ങളാണ് പറയുന്നത്. പക്ഷേ അവർ അവരുടേതായ മനസാക്ഷി സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അണുകോണ ത്രികോണ എന്ന് പറഞ്ഞു വരുന്ന നിങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറെ തൃണങ്ങളാണ് ഇപ്പോഴും സൊസൈറ്റിയുടെ ശാപം എന്ന് പറയുന്നത്. അവനവൻ്റെ കുടുംബം നോക്കി ജീവിക്കുക, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവർ ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കട്ടെ. ഈവൺ ഇപ്പോൾ പർദ്ദ ഇട്ട് പോയാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ സാരി ഉടുത്തിട്ട് പോയാലും എന്തിട്ട് പോയാലും അത് നോക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഉള്ളപ്പോൾ ആരെയാണ് ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത്? ആരെയാണ് ഇവിടെ ബ്ലെയിം ചെയ്യേണ്ടത്? മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഭർത്താവില്ലാതെ മുന്നോട്ട് ജീവിച്ചു പോകുന്ന സ്ത്രീകൾ അവരുടേതായ രീതിയിൽ അവർ ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ അതിൽ ചൊറിച്ചിൽ കൂടിയിട്ട് അവൾ അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന് സ്റ്റാമ്പ് ചെയ്യുന്ന ആളുകൾ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. തിരിച്ചാട്ടാൻ നട്ടലില്ലെന്ന് വിചാരിക്കരുത്.